ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞവർക്ക് ഇന്നർ കവറിൻ്റെ ലോക്ക്, ആ പോക്കറ്റ് ലോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് സൗണ്ട് പറയാനുണ്ട്. ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, എൻജിൻ ഓയിൽ ചെക്കപ്പ്, സ്മൂത്ത് കുറവാന്നുള്ള രീതിയിലൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡോർ പോക്കറ്റ് ഫ്രണ്ടിൽ തന്നെ ആ ഇന്നർ കവറുമുള്ള ആ പോക്കറ്റിൻ്റെ ലെഗ് ഒടിഞ്ഞു പോയേക്കണം. അത് നമുക്ക് ഐറ്റം നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അത് മൊത്തത്തിൽ മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. ആ പോക്കറ്റ് അടക്കം മാറ്റി കളയണം, അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് പോയേക്കണം കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വേരിയേഷൻസ് ഉണ്ട് ശരിക്കും. അതിനകത്ത് ഒന്ന് നമുക്ക് ബാക്ക് വീല് ആക്സിൽ നട്ട് ലൂസായിരുന്നു. അപ്പോൾ ലൂസായി കിടക്കുമ്പോൾ അതിൻ്റേതൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ സൈലൻസറിൻ്റെ ബോൾട്ടൊക്കെ ലൂസാണ്. ലൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ത്രെഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. ആ 2 ബോൾട്ട് നമുക്ക് മാറ്റിയിടണം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ തൊട്ട് മുകളിലൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം ടയറുമ്പോൾ ടച്ച് ചെയ്ത് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഇതിൽ പൊട്ടിപ്പോയി. അപ്പോൾ അതുമ്പോൾ കിടന്ന് പറയേണ്ട. അതാണ് നമുക്ക് ആ സൗണ്ടിൻ്റെ പ്രശ്നം കാണിച്ചിട്ടിരിക്കുക. അപ്പോൾ അത്രയും ഭാഗം അത് ക്ലിയർ ചെയ്യാം. ഈ ഫ്ലാപ്പും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആവശ്യം വന്നായിട്ടല്ലാത്തതുകൊണ്ട് ഓൾറെഡി സ്റ്റോക്കിലൊന്നും ഉണ്ടാവില്ല. തൽക്കാലം അത് ടച്ച് ആവാത്ത രീതിയിലേക്ക് നമുക്ക് ശരിയാക്കാം. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്, ബ്രേക്കിൻ്റെ കേസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. ASKD ആണെങ്കിൽ പോലും അത് ഡ്യൂപ്ലിക്കേറ്റ് ക്വാളിറ്റിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ബ്രേക്ക് ലൈനർ മാറ്റി കമ്പനി ആയിട്ട് ഇടണമെന്നാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ബ്രേക്കിങ് കംഫർട്ടായിട്ട് കിട്ടുള്ളൂ. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ. ബാക്കിലത്തെ വീൽ ആക്സിൽ നട്ട്, ആ സെൻട്രൽ ആക്സിലിൻ്റെ നെട്ട് ലൂസായി കിടന്ന് ഓടിയിട്ട് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ മില്ലിങ്ങൊക്കെ അത്യാവശ്യം ഒരുവിധം തേമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കയറ്റിയിടാം, പ്രോബ്ലം ഇല്ല. കാരണം ത്രെഡ് ലോക്കറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ നെട്ട് ആക്സിലേറ്റർ ടൈറ്റ് ആക്കിയിടാം. ഇത് ഈ മോഡലിനുള്ളൊരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് അലേവിയിൽ വരുമ്പോഴത്തേക്കും ചെറിയതങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് ലൂസ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ത്രെഡ് ലോക്കർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്താൽ മതി. വലിയ പഴക്കമൊന്നും അയക്കണ ഫിൽറ്ററല്ല, അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ വണ്ടി ഇപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 50,336 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനം വണ്ടിക്ക് ഉണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ഈ റോളറുകളൊക്കെ ഒരുവിധം തേമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം അത് ക്ലീൻ ചെയ്തിടാം. നെക്സ്റ്റ് സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ തേമാനം പ്ലേ കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ഈ ഐറ്റംസ് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. ബെൽറ്റൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. ക്ലച്ച് യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത്, വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ആയാലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് നോർമൽ രീതിയിൽ ലോഡ് കൊടുക്കാതെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ 9.42 വരെ വരുന്നുണ്ട്. അപ്പം നിലവിൽ കണ്ടീഷൻ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡോർ പോക്കറ്റ് ഇതിൻ്റെയാണ് ഇന്നർ പോക്കറ്റ് കേട്ടോ. അതിൻ്റെ ലോക്ക് ഉള്ളിൽ നിന്ന് ഒടിഞ്ഞു പോയേക്കണം. അപ്പോൾ അത് നമുക്ക് ഈ പോക്കറ്റ് അടക്കം മാറ്റിയാലാണ് അത് സെറ്റ് ആവുള്ളൂ. കാരണം അതുമേ ആ ലെഗ് വരാം. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അത് അങ്ങനെ തന്നെ കേസ് ഓർഡർ ചെയ്ത് വരുത്തിയെടുക്കലാണ് പതിവ്. ഞാനത് നോക്കാം, അവൈലബിൾ ആണോ എന്നുള്ള ദിവസം നോക്കാം. സാധാരണ ഓർഡർ കൊടുത്താലും കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണത് കേട്ടോ. നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനതനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേസ് നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ബ്രേക്ക് കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്തിരുന്നു, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. നമുക്കിപ്പോൾ നിലവിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പുതിയ പ്ലഗാണ്, പുതിയ എയർ ഫിൽറ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, നിലവിൽ വലിയ പ്രോബ്ലം കാണുന്നില്ല ഓയിലിൻ്റെ കേസിൽ കേട്ടോ. ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും എഞ്ചിൻ ഓയിൽ നമുക്ക് കളറ് നോക്കിയിട്ട് പറയാൻ പറ്റില്ല മാറാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കേസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിനിൽ നമ്മൾ ഫുള്ളായിട്ട് ഓയിൽ ഊറ്റണ സമയത്ത് കുറച്ച് ഓയിലൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഇതിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം ആകെ 600 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് പുതിയ ഓയിൽ ഒഴിച്ചിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 100% നമ്മൾ കളർ നോക്കിയിട്ട് നമുക്ക് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നമ്മൾ നോക്കേണ്ടത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി എന്ന് വെച്ചിട്ട് നോക്കി
അതനുസരിച്ചിട്ടാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴും എഞ്ചിൻ ഓയിൽ മാറ്റി പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഓയിൽ ചെക്കപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. വണ്ടിയുടെ മൊത്തത്തിൽ ഇപ്പോൾ ചെയ്യേണ്ട വർക്കുണ്ടേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നാളെ വൈകിട്ടത്തേക്കാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഏകദേശം ഒരു 5:30-ക്ക് ശേഷം എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ആക്കണേ. നാളെ എന്ന് പറയുമ്പോൾ 20-ാം തീയതി. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.